യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. Servant of God and your church, I greet you in the name of our Lord. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു കൂട്ടായ്മയിൽ കല്ലുമല ചർച്ചിൽ ഒരുമിച്ച് ആരാധിക്കുന്നവരാണ്. കഴിഞ്ഞ നാളുകളിലും ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുന്നു എന്ന് ഓർക്കുന്നതിൽ സന്തോഷിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. Back home we belong to the same church of God, Kallumala. I praise God for all his blessings. ഇന്ന് പകൽക്കാലം എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാനിടയായി തീർന്നു. To share my testimony, I was born and brought up in a Jacobite family. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ബോംബെയിൽ 4 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നു. I was working in Mumbai for 4 years after my education. ആ സമയത്ത് എറണാകുളത്ത് എൻ്റെ ഫാദർ ജോലി ചെയ്യുന്ന നേവൽ ബേസിൽ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് കടന്നു വരുവാനിടയായി തീർന്നു. I came to Cochin to attend an interview where my father was at the naval base. ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നതായ സമയത്താണ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം എന്നെ സഹായിച്ചത്. About that time is when I came to this faith. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ കടന്നു വന്ന് ദൈവവചനം എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. While I was there, a servant of God came and shared the gospel with me. എന്നാൽ ഞങ്ങൾ യാക്കോബായ പാരമ്പര്യത്തിലുള്ളവരായതുകൊണ്ട് സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്സാഹിയായിരുന്നത് കൊണ്ട് സഭ വിടുവാനോ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കുവാനോ ഞാൻ തുനിയില്ല. But I could not respect what he said because I was very involved with the Jacobite church and I was participating in many of its functions. ദൈവത്തിന്റെ വചനത്തിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നുള്ളൊരു വാക്യമുണ്ടെന്ന് അറിയാം. ആ വാക്യം കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് നെക്സ്റ്റ് ടൈം പറയുകയും എന്നെ വിടുക, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞൊഴിയുവാൻ തീരുമാനിച്ച വേദപുസ്തകം വായിച്ചു. I told him that the Lord says that your faith shall save you. That is what the Lord says, so please leave me alone. That's what I told and I sent him away. ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ റോമാലേഖനമാണ് എനിക്ക് കിട്ടുവാനിടയായി തീർന്നു. And later when I opened the Bible, I got the book of Romans. എനിക്ക് വേദപുസ്തകവുമായി വലിയ പരിചയമില്ലാത്തതുകൊണ്ട് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകം തുറന്ന് അത് ആദ്യം എടുക്കുവാനിടയായി തീർന്നു. So I knew this verse was in the Bible, so that's why I was looking into the book of Romans. 11-ാം അധ്യായത്തിന്റെ അവസാന വാക്കുകൾ ഇങ്ങനെ കാണുന്നു, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് തിരികെ പ്രാപിക്കുന്ന ആര്. Chapter 11, we read like this, who is there who gives to the Lord beforehand and receives from him. സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. Everything is from him, to him and from by him. 12-ാം അധ്യായത്തിൽ നിങ്ങളെ തന്നെ ദൈവത്തിനായി സമർപ്പിപ്പീൻ എന്നുള്ള വാക്യം അവിടെ കാണുവാനിടയായി തീർന്നു. In chapter 12, we also read that submit yourself unto him. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ എന്ന വാക്കുകൾ വായിപ്പാനിടയായി തീർന്നു. And also there is the verse that says to submit and surrender your bodies to the Lord. അപ്പോൾ എനിക്ക് മനസ്സിലായി, നേർച്ച കാഴ്ചകളോ അങ്ങനെയുള്ള ആരാധനയോ അല്ല ആരാധന, നമ്മെ തന്നെയാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. Then I understood it's not what we give to the Lord, but ourselves we give unto worship. എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത ദിവസം എന്നെ ഒരു മർത്തോമാക്കാരുടെ മീറ്റിങ്ങിനെ കൊണ്ടുപോകാനിടയായി തീർന്നു. And one of my friend invited me and I went to a meeting of the Marthoma church. അന്ന് ഒരു സാക്ഷിയോഗമായിരുന്നു. It was a meeting testimony. ഞാൻ എഴുന്നേറ്റ് കർത്താവേ എന്നെ തന്നെ നിനക്കായി പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. And I stood up and I told the Lord that I surrender myself for you. എനിക്ക് 3 അനുഭവങ്ങളുണ്ടായി. I had 3 experiences there. ഒന്ന്, ഒരു വലിയ വരിഞ്ഞു മുറുക്കി ബന്ധിച്ചിരുന്ന ബന്ധനം അഴിയുന്നത് പോലെ സ്വാതന്ത്ര്യം. I felt that a bondage that was holding me tight, it loosening up. രണ്ടാമത്, ഒരു വലിയ സന്തോഷം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. And then there was a great joy that came into my heart. മൂന്നാമത്, അതുവരെയുള്ള എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചെന്ന് ഒരു ഉറപ്പ് ലഭിക്കാനിടയായി തീർന്നു. And third, I understood that the Lord has forgiven all my sins until then. അങ്ങനെ വീണ്ടും ജനന്റെ അനുഭവം പ്രാപിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. And the Lord gave me the experience of the redemption. ഞങ്ങൾ 2-3 ചെറുപ്പക്കാർ ചേർന്ന് ആരും അറിയാതെ കുമ്പനാട്ട് കടന്നുപോയി. അന്ന് പാസ്റ്റർ കെ എബ്രഹാം സാറുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങളെ അദ്ദേഹം അവിടെയുള്ള പാസ്റ്ററെ കൊണ്ട് സ്നാനപ്പെടുത്തുവാനിടയായി തീർന്നു. I went secretly to Kumbanad and the servant of the Lord, Pastor K. Abraham was there and he arranged somebody and they baptized us. അതിനുശേഷം ഞങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങൾ 3 ചെറുപ്പക്കാർ തന്നെ കാത്തിരുന്ന്
അതും പ്രാപിച്ചെടുക്കുവാനിടയായി തീർന്നു. And 3 youngsters, we sat together and prayed for the Holy Spirit infilling, and we received the Holy Spirit's anointing. തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദേശത്ത് കൂട്ടായ്മയായി പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. And then we started the fellowship at our own place. അങ്ങനെ ഇരിക്കുമ്പോൾ അനേകർ സ്നാനപ്പെടണമെന്ന് പറയുകയും അവരെ കൗമുറിയായിട്ട് കൊണ്ടുപോയി അന്ന് ഹല്ലേലൂയ കൊച്ചുസാറ് കൗമുറിയായിട്ട് കൊച്ചുണ്ണിച്ചന് ഇവരൊക്കെ ഒന്നിച്ച് കൂട്ടായ്മയുടെ കാലമാണ്. അവരെ സഹായത്താൽ സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. And then many people came to us saying that they wanted to get baptized, so I took them to Kaungam prayer, and they got baptized under pastors there. എന്നാൽ രഹസ്യമായിട്ടാണെങ്കിലും അതെങ്ങനെയോ പരസ്യമാകുവാൻ ഇടയായി തീർന്നു. But all those secrets finally came out. എന്നാൽ ഞങ്ങൾ നിൽക്കുവാൻ തരമില്ലാതെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വരികയും ഇന്നയോളം ആ ദൈവകൃപയിൽ നിൽപ്പാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യുന്നു. So finally, eventually, we ended up becoming opening and declared ourselves as Pentecostals, and we came out. And to this day, the Lord has faithfully sustained us. ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഇന്ന് വരെയും അവൻ ഞങ്ങളെ കൈവിട്ടിട്ടില്ല. അവൻ ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുന്നതോർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. The Lord has never forsaken us, and I praise God for that. കഴിഞ്ഞ 52 വർഷക്കാലം കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. The Lord enabled me to work in His presence for the last 52 years. എന്നാൽ 2 വർഷമായി ശാരീരികമായ ചില പ്രയാസങ്ങൾ നിമിത്തമായി ഞങ്ങൾ റിട്ടയർമെന്റ് എടുത്ത് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഞങ്ങളുടെ ലോക്കൽ ചർച്ചിൽ കൂടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു പോകുന്നു. However, for the last 2 years, because of physical infirmities, we retired from the ministry, and we were attending our local church, worshiping the Lord. ഇന്ന് പകൽക്കാലം ദൈവ സന്നിധിയിൽ ദൈവം എനിക്ക് തന്ന വചനം വായിച്ച് ചില കാര്യങ്ങൾ കർത്താവ് വിശേഷപ്പെട്ട് പ്രസ്താവിക്കാൻ താല്പര്യപ്പെടുന്നു. Today morning, I would lean on the Lord to read a verse from the Bible and share His thoughts with us. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിക്കാം. അല്ലെങ്കിൽ Luke chapter 18, verse 7 and 8. Will not God grant justice to His elect who cry out to Him day and night? Will He delay to help him? I tell you that He will swiftly grant them justice. Nevertheless, when the Son of Man comes, will He find the faith on earth? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപമയ്ക്ക് ശേഷം പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് നമ്മുടെ വായിച്ചു കേട്ടത്. This is a statement that the Lord says after He shared the parable. ഇവിടെ കാണുന്നത് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ എന്നാണ്. We read, will not God grant justice to His elect who cry out to Him day and night? കൊലോസ്യ ലേഖനത്തിൽ വൃദ്ധന്മാരെന്ന് പറയുന്നത് ദൈവമക്കളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നു. In the book of Colossians, we know that the word faithful means the children of God. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു ബാബിലോണിലെ സഭ വൃദ്ധയായ ബാബിലോണിലെ സഭ എന്ന് പറഞ്ഞിരിക്കുന്നു. In the book of Philippians, we read the separated ones for the Lord. അപ്പോൾ ദൈവമക്കളുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വൃദ്ധസ്ഥ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ദൈവമക്കൾ എന്നുള്ള കാര്യം മറന്നു പോകരുത്. So let us understand that the church of God are a group of people who do a separated life. നമുക്ക് ലോകപ്രകാരം നടക്കുവാനോ ലോകത്തെ അനുകരിക്കുവാനോ ലോകത്തിന് പിന്നാലെ പോകുവാനോ കഴിയയില്ല. നാം യേശുവിന്റെ മണവാട്ടി അലങ്കരിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളാകയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. We cannot go after the ways of the world because we are called to be the bride of the Lamb. ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ചോരയാൽ നിങ്ങളെ വീണ്ടെടുത്ത് ഈ ലോകത്തിൽ വിശുദ്ധിയോടെ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ച് നിത്യതയിൽ അവന്റെ മണവാട്ടി ആക്കുക എന്നുള്ളതാണ്. The Lord called us to make His bride and live a separated life for Him. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ വിളിയാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. So I praise God today morning, remembering all the saints of the Lord. സന്തോഷമുള്ള ദൈവമക്കൾക്കെല്ലാം കർത്താവിനെ സ്തുതിക്കാമല്ലോ. Let us all praise the Lord. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. കർത്താവ് ഇത് പറയുമ്പോൾ ഇതിനു മുൻപായിട്ട് ഒരു ഉപമയെ അവിടെ പ്രസ്താവിക്കുകയാണ്. Before making this statement, Jesus gives a parable there. അവിടെ കർത്താവ് പറയുന്നത് ഒരു അനീതിയുള്ള ന്യായാധിപൻ ദൈവത്തെയും മനുഷ്യരെയും ശങ്കയില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. The Lord says about a judge who was unjust, and
he never feared God or respected a man. ആ പട്ടണത്തിൽ തന്നെ ഒരു വിധവയും ഉണ്ടായിരുന്നു. And in that same city, there was a widow. അവൾ പലപ്പോഴും ചെന്ന് ന്യായാധിപനോട് തൻ്റെ ആവലാതി പറയുമായിരുന്നു. And she would always keep pestering the judge because of her problem. മറ്റു കാരണം എന്നാണെന്ന് ചോദിച്ചാൽ അവൾക്കെതിരെ ശക്തമായ ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു. Because she had a strong opponent in that land against her. ആ പ്രതിയോഗി നിമിത്തം അവൾ വലിച്ചിരുന്നത് കൊണ്ട് ഒരു വിടുതലിന് വേണ്ടി ന്യായാധിപനെ സമീപിക്കുന്ന ഒരു രീതിയായിരുന്നു അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. So she was really troubled by this person after her, so that is why she used to pester the judge. അവിടെ കാണുന്നത് ഹല്ലേലൂയ പ്രതിയോഗി എന്നുള്ളതായ പദം വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. We see the word opponent in many parts of the Bible. ഒന്നാമതായി നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ സമൂഹത്തിലെ പുസ്തകത്തിൽ ഹന്നായിക്ക് എതിരായി പെനിന്ന എന്ന ഒരു പ്രതിയോഗിയെ കാണുവാൻ കഴിയുന്നുണ്ട്. In the book of Samuel, we read Hannah has an adversary. എപ്പോഴും മക്കളില്ല എന്നുള്ള വിഷയത്തിൽ അവളെ പലപ്പോഴും പരിഹസിക്കുകയും അവളെ നോക്കി ചിരിക്കുകയും ചെയ്യുന്ന ഒരു പെനിന്നയെ അവിടെ കാണുവാൻ കഴിയുന്നു. We see a Peninnah who would always mock and make fun of Hannah, who didn't have any children. എനിക്കൊരു വലിയ സന്തോഷമുള്ളത് എന്തൊക്കെ അവളെ ഉപദ്രവിച്ചിട്ടും എന്തൊക്കെ ഹൃദയവേദന ഉണ്ടാകുമാറ് ഹല്ലേലൂയ വാക്കുകൾ പറഞ്ഞിട്ടും മറുപടിയൊന്നും പറയാതെ ദൈവസന്നിധിയിൽ കരയുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഹന്നായെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. One thing I am so glad is that even in spite of this lady making so much trouble for her, Hannah never fought her. Instead, she went to the Lord and always cried out to the Lord and fasted. ഒരു കാര്യം സുനിശ്ചിതമാണ്, ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും ദൈവസന്നിധി കരയുകയും ആവരാതി ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഹന്നായിക്ക് പറയുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യമുണ്ട്, ഒരു ദിവസം ദൈവനെ വിടുവിക്കും. Oh, Hannah, who is always, hallelujah, praying before the Lord, she has a testimony. One day my Lord will deliver me. കൂടെ കൂടെ ദൈവജനമേ നമ്മെ ഉപദ്രവിക്കുകയും നമ്മുടെ ഹൃദയത്തെ മുറിക്കുകയും ചെയ്യുന്ന അനേകരുടെ നടുവിൽ മൗനമായിരുന്നുകൊണ്ട് യേശുവിനെ പോലെ ദൈവസന്നിധിയിൽ പിതാവിൻ്റെ സന്നിധിയിൽ കാര്യം ഫലമേൽപ്പിക്കുമെങ്കിൽ ഒരു ദിവസം മറുപടി ലഭിക്കുമെന്നുള്ളത് നിശ്ചയമായ ഒരു കാര്യം തന്നെയാണ്. If we, like the Lord Jesus Christ, spend our time before our Father in prayer instead of fighting our adversaries, know one thing, that the Lord will one day surely deliver us. നമുക്കറിയാം, ഹന്നാ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദന നിറഞ്ഞ ഹൃദയം നുറുകി തൻ്റെ ഹൃദയം പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഏലി പുരോഹിതൻ പറയുന്നത് വീഞ്ഞു കുടിച്ചു മത്തനായിരിക്കുകയാണെന്ന്. Even when Hannah is praying so bitterly in the presence of God in the temple, priest Eli rebukes her, thinking that she was full of wine. ഏലി പുരോഹിതൻ പറഞ്ഞു, നിന്നെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന്. Eli rebukes her that your wine be out of you. എല്ലാവരും കേൾക്കെ അവളെ അപമാനിച്ചുവെങ്കിലും അവൾ ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. She was insulted before everybody, but she did not respond in kind to Eli. അവൾ ഒരു കാര്യം പറഞ്ഞു, യജമാനനെ ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. She told Eli, oh Lord, I haven't taken any wine. ഞാൻ എൻ്റെ ഹൃദയത്തെ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ സങ്കടത്തെ പകരുകയത്രേ ചെയ്തത്. I was pouring out my prayer and my pain before the Lord. എന്നാൽ ഏലി പുരോഹിതൻ ഒരു പ്രവചനം എന്ന് പറഞ്ഞു. Immediately Eli gives her a prophecy. അടുത്ത വർഷം നിനക്കൊരു മകൻ ജനിക്കുമെന്ന്. Next year you will have a son. പാവപ്പെട്ട ഹന്ന അത് വിശ്വസിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് പോയി സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. Oh, poor Hannah believed that and she went back to her house. പ്രവചനം പറഞ്ഞത് ശരിയല്ലെങ്കിലും പ്രവചനത്തിൽ വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞ ഹന്നായിക്ക് സ്വർഗ്ഗം മറുപടി കൊടുത്തു. Even though the person who gave the prophecy was not right, Hannah who believed that prophecy, God blessed her. അവൾ ദൈവസന്നിധിയിൽ വിശ്വസിച്ചതായ ആ ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച വിഷയത്തിന്മേൽ ദൈവം മറുപടി കൊടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for giving Hannah the answer for her prayers. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God. വീണ്ടും നമ്മൾ വായിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിലാണ്. Now we read again in the epistle of Peter. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുകേണ്ടുവെന്ന് വെച്ച് ഊടാടി സഞ്ചരിക്കുന്നുവെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. In the book of Peter we read that our adversary the devil, like a lion, he is roaring around looking for whom to devour. ദൈവമക്കൾക്കെതിരായി പ്രവർത്തിക്കുന്ന സാത്താന്റെ ശക്തിയുണ്ട്, സാത്താന്റെ പ്രവർത്തനങ്ങളുണ്ട്.
There is the work of the enemy, the devil, against the servants, the children of God. കർത്താവായ യേശു ക്രിസ്തു പോലും പിറന്ന് വീഴുന്നത് പോലെ കാൽവരി ക്രൂശിൽ മരിക്കുന്നത് വരെ തന്റെ പിന്നാലെ പോരാടിക്കൊണ്ടിരുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. We can see that this same devil was after Jesus Christ till he died on the cross. പലവട്ടം തന്നെ തള്ളിയിടുവാൻ നോക്കി. Many times he tried to be a stumbling block before Jesus. ഇങ്ങനെയും കാൽവരി ക്രൂശിൽ തന്റെ ദൗത്യം നിറവേറ്റാതിരിക്കേണ്ടതിന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ അവന്റെ ദൗത്യവുമായി മുൻപോട്ട് വന്നു. Many times he tried to even to stop Jesus Christ from going up on the cross. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതിലെല്ലാം ജയം പ്രാപിച്ചു ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്ത് ഭാഗത്ത് ജയവീരനായിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for my victorious Lord who overcame the devil and is seated at the right hand of God. കർത്താവ് ജയിച്ച വിഷയം ഇബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. Hebrews 5:7. Let us read. We read what Jesus got victory over. During his earthly life, he offered prayers and appeals with loud cries and tears to the one who was able to save him from death, and he was heard because of his reverence. കർത്താവായ യേശു ക്രിസ്തു തന്റെ ദൗത്യത്തിന്റെ തികവിലേക്ക് എത്തുവാനിടയായത് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി പിതാവിനോട് അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ചെയ്തുകൊണ്ടാണ്. The reason that why the Lord was victorious is because he always offered prayers and appeals with the loud cries and tears before his Father. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ഫുൾനെസ്സിലേക്ക് എത്തണമെങ്കിൽ വളരെ നിലവിളിയോടും കണ്ണുനീരോടും കൂടി ദൈവസന്നിധിയിൽ നാം ആയിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. We also need to understand one thing. If you want to be victorious like the Lord, we have to spend time with the tears and supplications before the Lord. നാം കണ്ണുനീരോട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം തന്റെ ദൗത്യം നമ്മുടെ ഉദ്ദേശങ്ങൾ അതുപോലെ നിവർത്തിച്ചെടുക്കുവാൻ മതിയായ ദൈവമാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. If we pray with the tears in our eyes, the Lord will listen to our prayers and give us answers. പലപ്പോഴും പല കാര്യങ്ങളും ഓർത്ത് വളരെ കണ്ണുനീരോട് കൂടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for this opportunity the Lord is giving us to pray with the tears. ഈ സഭയെ ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise for God for giving me the opportunity to pray for this congregation every day. ഒരു ദിവസം പോലും മുടങ്ങാതെ രാത്രിയിൽ എഴുന്നേറ്റ് 3 മണിക്കും 4 മണിക്കും എല്ലാ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ഈ സഭയെക്കുറിച്ച് ശക്തമായി പ്രാർത്ഥിക്കുവാൻ കുടുംബങ്ങളെല്ലാം അറിയത്തില്ലെങ്കിലും എല്ലാവരെയും ഓർത്ത് ദൈവത്തെ പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Every early morning 3 or 4 o'clock when we get up, we wake up and we pray. We always remember this church even though we do not know all the families individually. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം ജീവിക്കുന്നത് കണ്ണാലെ കാണുവാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for seeing the answers for our prayers. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന തന്റെ ജനത്തിന് മറുപടിയുള്ളത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. I praise God for giving us answers for our prayers. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, പ്രവാചകൻ കടന്നിയെന്ന് ഗൃഹകാര്യം കൃപപ്പെടുത്തുക, നിന്റെ ആയുസ് തീർന്നിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. We know that when the prophet goes to King Hezekiah and tells him that your time is up and you need to set your house in order. അവൻ മുഖത്തോട് ചൂരനോട് മുഖം തിരിച്ച് വളരെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. We can see a prayer there when he turns his face to the wall and with tears he prays. തന്റെ നിലവിളി പ്രവാചകൻ തന്റെ വടി വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് സ്വർഗം കേൾക്കുകയും മറുപടിയുമായി പ്രവാചകനെ മടക്കി അവന്റെ അടുക്കിലേക്ക് അയക്കുകയും ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God before the prophet leaves the courtyard, the Lord speaks back to him. He turns around and goes back to Hezekiah and gives him a new message. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഒരു പ്രവചന ദൂത് വന്നാലും നീ മരിച്ചു പോകുന്ന ഒരു പ്രവചന ദൂത് വന്നാലും ദൈവത്തിന്റെ വൈതലെ ഉള്ളുരുകി നീ കരഞ്ഞാൽ ആ ദൂതിനെ മാറ്റിക്കുറിക്കുവാൻ ദൈവം മതിയായവൻ തന്നെയാണ്. Praise the Lord. I believe that. I know that even though
a prophecy might come against you that's saying that you are going to die. If you pray to the Lord with tears, the Lord is a God who will change that. പ്രവാചകൻ വിശ്വസ്തനാണെന്ന് ഹിസ്കിയാവിന് അറിയാമെങ്കിലും അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവന് ആയുസ്സിനെ 15 സംവത്സരത്തോളം നീട്ടിക്കിട്ടുവാനിടയായി തീർന്നു. The prophet here is a person of real integrity, but yet again, when Hezekiah prays, the Lord extends his life another 15 years. ദൈവം വിശ്വസ്തനാണ്. അവന്റെ കരം നമുക്ക് വേണ്ടി നീട്ടുവാൻ അവൻ മതിയായ ദൈവമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God that our Lord is faithful. He is enough to stretch forth his hand in our favor. എൻ്റെ ഒരു അനുഭവം പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. I would like to share a testimony of mine. ഞാൻ മല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ When I was serving the Lord in the land of called Mallesheri, അന്ന് എനിക്ക് തൊണ്ടയ്ക്ക് ഒരു പരു സ്ഥിരം വരുമായിരുന്നു. I have an infection. I always have an infection in my throat. ഇത് തുടങ്ങിയാൽ ആദ്യത്തെ ദിവസം ഇച്ചിരി വെള്ളമിറക്കാം, സംസാരിക്കാം. When it starts, I can drink a little water the first day. 2-3 ദിവസം സംസാരിക്കാനോ വെള്ളമിറക്കുവാനോ കഴിയില്ല. For the next 2 or 3 days, I cannot even drink anything or speak. 4-ാമത്തെയോ 5-ാമത്തെയോ ദിവസം ഇത് പൊട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് വാ തുറക്കുവാനും വെള്ളമിറക്കുവാനും കഴിക്കുവാനും കഴിയുള്ളൂ. Until this boil burst on on the 4th or 5th day, then only I could drink anything. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പലരും എന്നെ അധൈര്യപ്പെടുത്തുന്ന വാക്കുകളും പറഞ്ഞുകൊണ്ടിരുന്നു. I used to pray to the Lord on this, and many but would come and talk to me, discouraging me. ഒരിക്കൽ എനിക്ക് മുക്കൂട്ടുതറ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോകണമായിരുന്നു. One time I had to go to this convention to preach. പലരെ അയക്കുവാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. I tried to send many others, but nothing worked out. എന്നാൽ ദൈവത്തോട് ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു. I asked the Lord, what should I do? And the Lord told me to go. ഞാൻ അവിടെയൊക്കെ കടന്നുപോയി. അവിടെ ചെല്ലുമ്പോഴും എനിക്ക് വാ തുറക്കത്തില്ല, ഉമ്മനീരിറക്കത്തില്ല, സംസാരിക്കത്തില്ല. 3-ാമത്തെ ദിവസമാണ്. This was the 3rd day. I went there, but even after reaching there, I could not open my mouth or speak or drink anything. അവിടെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദൈവദാസൻ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കുവാൻ തുടങ്ങി. And the servant of God there in that church just started the meeting. അദ്ദേഹം ഒടുവിൽ ഇങ്ങനെ കൊണ്ട് നിർത്തി, ഇന്ന് പ്രസംഗിക്കുന്ന കർത്തന്റെ ദാസനെ കർത്താവെ ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 2 മിനിറ്റ് നേരം അന്യഭാഷകളിൽ ശക്തമായി ആരാധിച്ചു. He suddenly started praying in the spirit for a while. After praying that, Lord, you need to fill the servant of God with a new anointing today. പെട്ടെന്നൊരു ശക്തി എന്നിലേക്ക് വരികയും ഈ പരുവ് പൊട്ടുകയും ഞാൻ വെളിയിൽ പോയി അത് കളയുകയും അന്ന് രാത്രി യേശുവിനെ ഉയർത്തുകയും ചെയ്യുവാൻ ദൈവം ഇടയാക്കി. I started praising the Lord, and suddenly this boil ruptured itself, and I went out and spit it out. I came back and I strongly delivered the message that day. 1985 ശേഷം ഇന്ന് വരെ ഞാൻ ആ കാൻസറിനെ കണ്ടിട്ടില്ല. കർത്താവിനെ വിട്ടുവീഴ്ചയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. After 1985, after that experience to this day, that cancer has never came back. ഏത് വിധരോഗമായാലും ഇന്ന് പകൽക്കാലം എന്റെ യേശു വിടുവിക്കുവാൻ മതിയായവൻ തന്നെയാണ്. Whatever your illness is, the Lord is good enough to heal you. അനേക വിടുതലുകൾ എന്റെ ഭവനത്തിലും എന്റെ മാതാപിതാക്കളിലും അനേക സഭകളിലും കാണുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. The Lord has enabled me to witness many healings in my family and in the church. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. The Lord is the same yesterday, today, and forever. നമ്മുടെ ഏത് രോഗത്തിനും മതിയായ ദൈവം ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിനെ ശക്തിയോട് ചേർന്ന് സ്തോത്രം പറയാം. Let us praise the Lord that He is able to heal any of our illnesses. നല്ലവനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. He is good, I shall praise Him. ഈ ഹിസ്കിയാവിന്റെ വിടുതൽ വായിച്ചപ്പോൾ അവിടെ വിടുതൽ ലഭിച്ചത് എങ്ങനെയാണെന്ന് യെശയ്യാപ്രവചനം 38-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. Isaiah 31 says how he received the healing. 38-ലെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 38 verse 14, let us read Isaiah. ഇവിടെ നമ്മൾ വായിക്കുന്നത് പ്രവാചകൻ എഴുതിയിരിക്കുകയാണ്, മീവൽ പക്ഷിയോ കൊക്കോ എന്നതിന് വെള്ളം ഞാൻ ചിരച്ചു. ദൈവത്തിന് സ്തോത്രം.
I cried out like a fowl. 38:14. I chirped like a swallow or a crane. I moaned like a dove. ഇവിടെ കാണുന്നത് ചിലച്ചു എന്നുള്ള ഒരു പദമാണ്. We read, he chirped like a swallow. നാം ചിലച്ചു എന്ന് പറയുന്നത് സാധാരണ കുട്ടികളൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ആ വലിയ ശബ്ദത്തിന്, ആ വലിയ അരകത്തിനാണ്, ആ വലിയ സൗണ്ട് മുഴക്കത്തിനാണ് ചിലക്കുക എന്ന് പറയാറുള്ളത്. We sometimes use this word for the talk of our children. അങ്ങനെ ആ വേർഡ് അവിടെ കാണുന്നത് കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചില അന്നൊക്കെ ഞങ്ങളുടെ കാലത്ത് സ്കൂളുകളൊക്കെ അടുക്കുമ്പോൾ ബെല്ലടിച്ച് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുന്നത് വരെ പിള്ളേരുണ്ടാക്കുന്ന ഭയങ്കര വർത്താനത്തിൻ്റെ ശബ്ദത്തിന് ചിലക്കെന്നാണ് പറയുന്നത്. When we were in school in our days, before the teacher would come to the class, all the kids would be chirping with each other. That is what we used to this word for. ടീച്ചർ വന്ന് ചൂരലിട്ട് ആ ഹലിൽ രണ്ടടി ആ ടേബിളിൽ അടിക്കുമ്പോൾ എല്ലാവരുടെയും ചിലക്ക് നിൽക്കും. When the teacher comes to the class and he would slap this cane on the table, that's when everybody goes silent. ഇവിടെ ഇസ്കിയാവ് പറയുന്നത് എനിക്ക് വിടുതൽ കിട്ടിയത് വെറുതെ അല്ല, ഞാൻ ദൈവസന്നിധിയിൽ ചിലച്ചുകൊണ്ടിരുന്നു. Hezekiah here says, it was not without anything. I chirped like a swallow before him. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒച്ചയോടെ ചിലച്ച് വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I cried out loud in his presence night and day. ചിലച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വിടുതൽ തരുവാൻ ദൈവം നിർബന്ധിതനാകുന്നത് ചെയ്യും. O child of God who chirps before the Lord is good enough to heal you. നമ്മുടെ ദൈവം ഒരിക്കലും മറന്നു കളയുന്നവനല്ല, കണ്ണടയ്ക്കുന്നവനല്ല, അവൻ പ്രവർത്തിക്കുന്നവൻ തന്നെയാണ്. Our Lord is not a God who would turn away from you. He always acts for you. നമ്മുടെ ദൈവം നല്ലവനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God that He is good for me. രണ്ട് പക്ഷികളുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു. 2 birds are mentioned here. മീവൽ പക്ഷിയോ കൊക്കോ. Swallow or a crane. യെശയ്യാ പ്രവാചകൻ പറയുന്നു, മീവൽ പക്ഷിയും കൊക്കും തന്റെ മടങ്ങി വരവിന്റെ കാലം അറിയുന്നു. Isaiah says that the swallow and a crane knows the time when he has to come back. അപ്പൊ നമ്മൾ കരയുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ജീവിതത്തിന്റെ ഇറങ്ങിപ്പോക്കുകള്, ജീവിതത്തിന്റെ തോൽവികള്, ജീവിതത്തിന്റെ പരാജയങ്ങള് നമ്മൾ ഓർത്ത് യഥാസ്ഥാനപ്പെട്ട് ഏറ്റു പറയുവാൻ നാം നിർബന്ധിതരാണെങ്കിലും എന്നുള്ള കാര്യവും ഓർമ്മിക്കുന്നു. We also should remember when we chirp like a swallow or a crane, we should also come back to the Lord from where we have fallen. ശുദ്ധീകരണത്തോടുള്ള പ്രാർത്ഥനയാണ്, നിലവിളിയാണ് ദൈവം അംഗീകരിക്കുന്നത്. The Lord receives a prayer with a sanctification. നാം വീണ്ടോടെ വായിക്കുന്നു, പ്രാവ് പോലെ ഞാൻ കുറുകിക്കൊണ്ടിരുന്നു. We again read, I moan like a dove. പ്രാവിനെ സംബന്ധിച്ചിടത്തോളം രാക്കാലം അതിന്റെ കൂടിന്റെ അടുക്കൽ കൂടെ കടന്നു പോയാലും ഒരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്, ചില ശബ്ദങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രാവ് രാത്രിയും ശബ്ദം ഉണ്ടാകും. The dove, whether it's night or day, it always keeps moaning before the Lord. രാത്രി ഉറങ്ങുകയാണെങ്കിലും അത് അതിന്റെ ഉള്ളിൽ ആത്മാവിൽ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. Even while it's sleeping, it makes some sounds. ഉത്തമഗീതങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ആത്മാവ് ഉണർന്നിരിക്കുന്നു. In the book of Song of Solomon, we read, even while I'm sleeping, my soul is awake. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ആത്മാവ് ഉണർന്നിരിക്കുന്നു. Even though I am sleeping, my spirit is awake. നാം രാത്രി ഉറങ്ങുമ്പോൾ ആത്മാവിൽ അന്യഭാഷ പറയാറില്ലേ? We speak in tongues even when we are sleeping. നാം ആത്മാവിൽ ഹല്ലേലൂയ പ്രസംഗിക്കാറില്ലേ? Don't we preach? ആത്മാവിൽ പാട്ട് പാടാറില്ലേ? Don't we sing in the spirit? അനുഭവമുള്ളവരുടെ സ്വതം പറഞ്ഞാണ്. Those who have that experience say, praise the Lord. പ്രാവിനെ പോലെ ഉറക്കത്തിലും ദൈവസന്നിധിയിൽ ആത്മാവിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്ക് തരുമാറാകട്ടെ. Oh, let us have that experience like a dove and mourn before our Lord, even in the night times. ഞാൻ മീവൽ പക്ഷിയോ കൊക്കോ എന്ന വണ്ണം ദൈവസന്നിധിയിൽ ചിലച്ചു. I chirp like a swallow or a crane. ഞാൻ പ്രാവ് പോലെ കുറുകി. I mourn like a dove. എല്ലാ കണ്ണുകൾ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് My eyes grew weak looking upward. അവൻ ദൈവസന്നിധിയിൽ ദിവസങ്ങളോളം കഴിച്ചുകൂട്ടി ദൈവം അവന് കൊടുത്ത വിടുതലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And the Lord delivered him. I praise the Lord. ദൈവത്തിന് സ്തോത്രം. May the name of the Lord be glorified. ഒരു വാക്യം കൂടെ വായിപ്പാൻ താല്പര്യപ്പെടുന്നു. One more verse I would like to read. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ
6-7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Isaiah 62, 6 and 7. ഇല്ല, 62. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുന്നു. Jerusalem, I have appointed watchmen on your walls. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. They will never be silent day or night. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മൗനമായിരിക്കരുത്. There is no rest for you who remind the Lord. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം ദൈവത്തിന് എന്ത് കൊടുക്കരുത്? സ്വസ്ഥത കൊടുക്കരുത്. ദൈവത്തിന് Do not give him rest until he establishes and makes Jerusalem the praise of the earth. ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ വിടുതലിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ ഉദ്ദേശങ്ങൾ സാധിക്കുന്നത് വരെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ദൈവമകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Do not give the rest to the Lord. I praise God for the children of God who spends their time in prayer without giving rest to the Lord. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിലവിളിക്കുന്ന ഒരു ദൈവമൈതനെയും അവൻ വെറുതെ അയക്കുകയില്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. The Lord will never send anybody who cries before him empty-handed. I praise God for that. നമുക്കറിയാം, ഒരു ഹാഗാർ മരുഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹാഗാർ, There is a Hagar crying out in the wilderness. അവിടെ നാം വായിക്കുന്നത് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. She is crying before the Lord that she doesn't want to see the death of her son. തലമുറയ്ക്ക് വേണ്ടി അവന്റെ മരണം കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ മാതാവിനെ ദൈവം ഹല്ലേലൂയ അംഗീകരിക്കുവാനിടയായി തീർന്നു. The Lord receives that prayer where the mother is crying out and the child is crying out to the Lord. അവളെ ദൈവം അംഗീകരിക്കുവാൻ ഒരു കാരണമുണ്ട്. മുമ്പും അവളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. There is one reason for the Lord to accept her prayer, because one time before also she went away from the house. അന്ന് ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവളോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? At that time the Lord revealed himself to her and asked her a question, where are you going, Hagar, and where are you coming from? ഞാൻ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് വരുന്നു, ഞാൻ ആ ഭവനം വിട്ട് ഓടിപ്പോവുകയാണ് എന്ന് പറയുവാൻ കൊണ്ട് ഇവിടെയായിരുന്നു. And she tells the Lord that I am running away from the house of Abraham. കാരണവും പറഞ്ഞു, സാറായുടെ പോര് സഹിക്കാൻ വയ്യായിരുന്നു. Because Sarah is very abusive. എന്നാൽ ദൈവം പറഞ്ഞു, മടങ്ങിപ്പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ പറഞ്ഞു. But then at that time the Lord said, you go back and submit yourself to her. കാരണം എന്ന് ചോദിച്ചാൽ ഓടിപ്പോകുവാൻ സമയമായിട്ടില്ല. Because the reason is, it is not the time to run away. ദൈവത്തിന്റെ സമയത്ത് ചെയ്യേണ്ടത് ദൈവത്തിന്റെ സമയത്ത് അത് ചെയ്യിക്കുവാൻ ദൈവം വിശ്വസ്തനാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. The Lord will do it in his time, and I praise God for his faithfulness. അവൾ അനുഗ്രഹം പ്രാപിക്കേണ്ട സമയമായപ്പോൾ അബ്രഹാമും സാറായും എല്ലാം ചേർന്ന് അവളെ ഇറക്കി വിടുവാനിടയായിരുന്നു. When it was time for her to be blessed, Abraham and Sarah gets together and sends her out of the house. അങ്ങനെ വന്ന സമയത്താണ് ബാലന്റെ നിലവിളിയും അവൻ മരിക്കുവാൻ തുടങ്ങുന്ന അവസ്ഥകളും ഉണ്ടായത്. It is at that time the child is crying out and he is facing death. അവൾ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ സ്വർഗം പറയുന്നു, ഭയപ്പെടേണ്ട, ബാലന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. When she is crying out, the Lord says, I have heard the cries of the child and do not fear. ഇതോ ഞാനൊരു ഉറവ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു, വെള്ളം കോരി ബാലന് കൊടുക്കുക എന്ന് പറയുവാനിടയായിരുന്നു. Here I have opened a spring for you, give the water to your child. ദൈവമക്കളെ, തലമുറകൾക്ക് വേണ്ടി കരയുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ അംഗീകരിക്കുന്ന ദൈവം ജീവിക്കുന്നു. Oh, children of God, those who cry out for your generations, there is a God who listens to your prayer. നിലവിളികളെ അംഗീകരിക്കുന്ന സർവശക്തനായ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for a God who always receives the prayer for your generations. എനിക്ക് തന്ന സമയത്തെ ഓർത്ത് നന്ദി അറിയിക്കുന്നു. ദൈവദാസന്മാരോടും ദൈവങ്ങളോടും പരിഭാഷയോടും എല്ലാം നന്ദിയുള്ളവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. I thank this church and the pastors for the time they have given me. May the Lord bless you all.